ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സാലിയാസ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ വലിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ പെരുന്നാളിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിട്ട് കേട്ടോ, പക്ഷേ പെരുന്നാളിൻ്റെ അന്നാണ് ഞാൻ വീഡിയോ ഇടുന്നത് മാത്രം. ഇത് ഇന്നലെ ചെയ്ത പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നോമ്പായിരുന്നല്ലോ, അപ്പോൾ നോമ്പായതുകൊണ്ട് നമ്മൾ രാത്രിക്കൊക്കെ ഞാൻ ദോശ ഉണ്ടാക്കി, അതേപോലെ ചോറൊക്കെ ഉണ്ട് കേട്ടോ. പലരും പലതാണ് കഴിക്കുന്നത്. പെരച്ച് വരട്ടിയപ്പം ഇതേപോലെ ഇങ്ങനെ കറിയല്ലാത്ത വിധത്തിൽ വരട്ടിയിട്ടുണ്ടമ്മ, വെള്ളമില്ലാത്ത ഇത് കേട്ടോ. നമ്മൾ തീരെ വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ വരട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഈ സാധനം. പിന്നെ അതേപോലെ തന്നെ മോരുകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദോശ ഞാൻ ചൂടുണ്ട്. ഇത് നിൽക്കാട്ടോ, ഇപ്പാക്ക് ചപ്പാത്തിയൊക്കെയാണ്. പിന്നെ ഇത് നെയ്യപ്പത്തിനുള്ള കേട്ടോ, അരി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിക്കുള്ളതാണ് ആ ശർക്കര, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതച്ച് വെച്ച്, പിന്നെ അപ്പോൾ ഇതിന് നെയ്യപ്പത്തിനുള്ള എല്ലാ മാവും കൂട്ടി വെച്ചിട്ട് ഞാൻ കൂട്ടണത് കാണിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇതിനമ്മ കൂട്ടിന്ന്. പിന്നെ ഇത് ഉപ്പാക്കുള്ള ചപ്പാത്തി കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ മന്തിൻ്റെ കുറച്ച് പണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത്, അതായത് നമ്മൾ ചിക്കനൊക്കെ നമ്മൾ കുത്തിയിട്ട് ആ ഒരു മസാല ഉണ്ടാക്കി വെക്കുമല്ലോ, അതായത് നമ്മൾ എല്ലാം ഇട്ടിട്ടുള്ള അത് ഞങ്ങൾ രാത്രി ചെയ്ത് വെച്ചിട്ടാണ്. അത് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം എനിക്ക് കുളുക്കൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആവട്ടെ മന്തിക്ക്. അതിന് ശേഷം ഞാൻ മെയിലാഞ്ചി ഇടാൻ നിന്ന്, മെയിലാഞ്ചി ഇട്ടിട്ടാണ് ഏകദേശം ഞാൻ അത് മന്തിൻ്റെ പണിയെടുത്തത്. അങ്ങനെ മെയിലാഞ്ചിയൊക്കെ ഇട്ട് പിന്നെ അപ്പാക്കുള്ള ബീഫും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വേവിച്ചിട്ട് വെക്കലാണ്. പിന്നെ പിറ്റേ ദിവസം വരട്ടിയാൽ മതിയല്ലോ. ഇത് മന്തിൻ്റെ മസാല ഉണ്ടാക്കാനുള്ളത് കേട്ടോ. അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞ് അത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാതും നുറുക്കി വെച്ച് ക്യാപ്സിക്കം, മല്ലിച്ചപ്പും പിന്നെ ഓയിലും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ നല്ലോണം കുത്തി അതിലേക്ക് നമ്മൾ മന്തിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് മസാല ഉണ്ടാക്കിയിട്ട് പ്രിപ്പറേഷൻസൊക്കെ കഴിച്ചിക്കാണ്ട് ഫ്രിഡ്ജൊക്കെ വെക്കുകയാണ്. ഇപ്പോൾ ഇത് രാത്രി ചെയ്യാത്തൊരു പകലായാലും ഒരു 2-3-4 മണിക്കൂർ മുന്നേ ചെയ്യണം കേട്ടോ, ഏറ്റവും ടേസ്റ്റ്. കാരണം ഇത് എത്ര നേരത്തെ വെക്കുന്നോ അത്രയും ടേസ്റ്റാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം രാവിലെയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് രാത്രി ചെയ്തിട്ടുണ്ടെങ്കിൽ, രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ടേസ്റ്റ് കൂടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ ആ പണിയൊക്കെ കണ്ട് കഴിച്ച് ഞാൻ മന്തി മസാലേൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളി ഇടാൻ മറന്നിട്ട്, അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്താണ്. മന്തി മസാലേൻ്റെ കൂടെ ഇട്ടാലും മതി. പിന്നെ മാഗി ക്യൂബും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ്. പിന്നെ ഞാൻ മന്തി ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും ഒന്ന് പോയി കണ്ടാൽ മതിട്ടാണ്. പിന്നെ ബീഫൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.